event is known as a Bloody Sunday. ഈ ഒരു ഇവന്റ് 1905 നമ്മൾ എന്ത് നടന്നത്? റഷ്യൻ റവല്യൂഷൻ നടന്നത് 1905 പക്ഷെ ആ ഒരു കാലത്ത് നടന്നത് 1905 നടന്ന ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ ബ്ലഡ് റവല്യൂഷൻ, ബ്ലഡി സൺഡേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. കാര്യം 1905 ജനുവരി 9 അവിടെ ഒത്തുകൂടിയിരുന്നവരെല്ലാം തന്നെ വിത്തൗട്ട് വാർണിംഗ്, ഒന്നും തന്നെ ഇല്ലാതെ അവരെയൊക്കെ എന്ത് ചെയ്തു? കൊന്നൊടുക്കുകയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ, നീതിന്യായങ്ങളൊന്നും തന്നെ കേൾക്കാനായിട്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഈസ് കോൾഡ് ദ ബ്ലഡി സൺഡേ. വർക്കേഴ്സ് ഓർഗനൈസ് കോൾഡ് ദ സോവിയറ്റ്. ഇതിനെ വർക്കേഴ്സ് എന്ത് പറയുന്നത്? സോവിയറ്റ് എന്നും പറയുന്നു. Soviet were formed all over Russia to connect strikes. When the strikes gained massive strength, the empire was compelled to form a legislative assembly called Duma. Ignored the protest from Duma, Nicholas II the then Tsar decided to participate in the First World War and started in 1914. A lot of Russian soldiers were killed in this war. സോ എന്ത് നടന്നു? ബ്ലഡി സൺഡേ നടന്നു. 1905 അത് ഒത്തുകൂടിയിരുന്നത്. അവിടെ ഒത്തുകൂടിയിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ സോൾജേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കൊന്നൊടുക്കുകയായിരുന്നു. സോ അവരെന്തിനു വേണ്ടി? അതിനെ വർക്കേഴ്സ് എന്തെന്ന് വിളിക്കുന്നത്? ദ സോവിയറ്റ് എന്ന് വിളിക്കുന്നു. സോ ആ ഒരു ടൈമിൽ എന്തുണ്ടായിരുന്നില്ല? ആ ഒരു മാസീവ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എംപയർ ആയിരുന്നു ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ഡുമ. അവർ പിന്നെ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഡുമ എന്ന് പറഞ്ഞാൽ ഡബിൾ ഗവൺമെന്റ് എന്നാണ് കേട്ടോ. രണ്ട് ഗവൺമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡുമ എന്ന് പറയുന്നത്. നിക്കോളാസ് സെക്കൻഡ് ടാസ് ഡിസൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആര് തീരുമാനിച്ചു? നിക്കോളാസ് സെക്കൻഡ് ദ താസ്. ഓക്കെ, ദ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു? 1914 റഷ്യൻ സോൾജേഴ്സിൽ ഒരുപാട് പേര് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ മരണപ്പെട്ടു. ഓക്കെ, ഫുഡ് ഷോർട്ടേജ് ബിക്കം സർവ്ഡ് ഇൻ 1917. 1917 എന്തായിരുന്നു? വളരെ വലിയ രീതിയിലുള്ള ഫുഡ് ഷോർട്ടേജ്, ദാരിദ്ര്യം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി. Thousands of women marched along the street to pre-protest on 8th March 17, clamoring from bread. ആയിരക്കണക്കിന് സ്ത്രീകൾ റോഡിലൂടെ മാർച്ച് ചെയ്തു. എന്തിനു വേണ്ടി? അവർക്ക് ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ pre-grotted through the soldiers clashed with the demonstrators in the beginning. Later they joined the workers. It was a tragic experience during the First World War that included them to do so. The workers captured pre-grotted and Nicholas II was thrown out of the power. സോ ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോയി? നമ്മുടെ താസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഒരുപാട് റഷ്യൻ സോൾജേഴ്സ് അതിൽ മരിക്കുകയും ചെയ്തു. ദ വർക്കേഴ്സ് തന്നെ ദാരിദ്ര്യം കൊണ്ട് അവർ വീണ്ടും പ്രൊട്ടസ്റ്റിലോട്ട് ഇറങ്ങുകയായിരുന്നു. സോ സാർ നിക്കോളാസ് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പവർ, അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. നെക്സ്റ്റ്, a provisional government was formed under Alexander Kerensky, the Menshevik leader. ഓക്കെ, ആ ഒരു സമയത്ത് അലക്സാണ്ടർ കറൻസിയുടെ മെൻഷെവിക് ലീഡറിന്റെ കീഴിൽ എന്ത് ഫോം ചെയ്തു? ഒരു പ്രൊഫഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തു. ഓക്കെ, സിൻസ് ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇന്റർനാഷണൽ കലണ്ടർ. റഷ്യൻ കലണ്ടറാണ് പല ഇന്റർനാഷണൽ കലണ്ടറിനായിട്ട് മാറിയത്. ദിസ് റവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച് കെയിം ടു ബി നോൺ ആസ് ദ ഫെബ്രുവരി റവല്യൂഷൻ. സോ ഇത് നടന്നത് മാർച്ചിലാണെങ്കിൽ പക്ഷെ ഇതിനെ പറയുന്നത് എന്തായിരുന്നു? ഫെബ്രുവരി റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. ബ്ലഡി സൺഡേ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ റഷ്യൻ റവല്യൂഷൻ. ഫെബ്രുവരി റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ റവല്യൂഷൻ. അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ ആയിരുന്നു രണ്ട് പാർട്ടി രൂപീകരിച്ചത്, മെൻഷെവിക് പാർട്ടി, ബോൾഷെവിക് പാർട്ടി. ഓക്കെ, നെക്സ്റ്റ്, മാർക്സിസം. The Marxism is an ideology founded by Karl Marx and the Friedrich Engels. The cause of this ideology is that the change in the society are based on the prevailing mode of production. They exhorted that the dictatorship of the proletariat should be established from labor. The labor is the most important factor of production. എന്താണ്? നെക്സ്റ്റ് നോക്കാം, മാർക്സിസം ആണ്. മാർക്സിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്സിസം ഈസ് ആൻ ഐഡിയോളജി ഫൗണ്ട് ബൈ ദ കാൾ മാർക്സ് ആയിരുന്നു മാർക്സിസം കൊണ്ടുവന്നത്.
എന്താണ് ആ ഒരു ഐഡിയോളജി എന്തായിരുന്നു? ചേഞ്ച് ദ സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിവിലിംഗ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ മോഡ് കിട്ടണം എന്ന രീതിയിൽ സൊസൈറ്റി ചേഞ്ച് ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ഇൻക്ലൂഡഡ് ചെയ്യാനും ആ ഒരു നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷനായിട്ടായാലും ഇൻഡസ്ട്രി പരമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയായിരുന്നു എന്ന് പറയുന്നത് മാർക്സിസം. നെക്സ്റ്റ്, അനലൈസ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ദ ഫോം എ പ്രൊഫഷണൽ ഗവൺമെന്റ് ഇൻ റഷ്യ. നമുക്ക് നോക്കാം. അനലൈസ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ഫോം എ പ്രൊഫഷണൽ ഗവൺമെന്റ് ഇൻ റഷ്യയിൽ ഉണ്ടാകും. നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് ഡിഡ് നോട്ട് അപ്രൂവ് എ പ്രൊഫഷണൽ ഗവൺമെന്റ്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് ഡിഡ് നോട്ട്, കുറച്ച് ആൾക്കാർ എന്തിനു തയ്യാറായിരുന്നില്ല? സോവിയറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. വാൽഡിമിർ കെവിൻ who had been in Switzerland came Russia to strongly oppose to the provisional government. സ്വിറ്റ്സർലാൻഡിൽ നിന്നും വാൽഡിമിർ കെവിൻ എന്ന് പറയുന്ന റഷ്യയിലുള്ള ആൾ തന്നെ തിരിച്ച് സ്വിറ്റ്സർലാൻഡിൽ നിന്നും നമ്മുടെ റഷ്യയിലോട്ട് തിരിച്ചു വന്നിട്ട് പ്രൊഫഷണൽ ഗവൺമെന്റിനെ വലിയ രീതിയിൽ എതിർത്തു അദ്ദേഹം. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ സോവിയറ്റ്. അങ്ങനെ ചെയ്ത എന്താണ്? എല്ലാം തന്നെ സോവിയറ്റിലോട്ട് എല്ലാ പവറും ആർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും? നമ്മുടെ സോവിയറ്റ് യൂണിയനിലോട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. ഇഫ് ദർ ഇസ് റിയലൈസ് ദ എയിം ഓഫ് ദിസ് റവല്യൂഷൻ. അപ്പോൾ ഈ ഒരു റവല്യൂഷൻ കൊണ്ട് ഒന്നും തന്നെ അർത്ഥമാകുന്നില്ല എന്നാണ് നമ്മുടെ വാൽഡിമിർ കെവിൻ മുന്നോട്ട് ജനിച്ചത്. ദ ബോൾഷെവിക് ആൻഡ് ദ സോവിയറ്റ് സപ്പോർട്ട് ഹിം. അപ്പോൾ ബോൾഷെവിക്കും ദ സോവിയറ്റും ഇത് ആർക്ക് സപ്പോർട്ട് ചെയ്തു? നമ്മുടെ പ്രൊഫഷണൽ ഗവൺമെന്റ് വരണ്ട എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തു. സോ ആ ടൈമിൽ ബോൾഷെവിക്കിന്റെ ലീഡർ ആരായിരുന്നു? ഹു വാസ് ദ ലീഡർ ഓഫ് ദ ബോൾഷെവിക്കിന്റെ ലീഡർ ആയിരുന്നു കെവിനും ടോസ്കിയും ആയിരുന്നു. മെൻഷെവിക്കിന്റെ ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കെറൻസി. ഓക്കെ, they proclamated that only workers government could inherit century old economic backgroundness and inequality. They put forward several demands like എന്തായിരുന്നു? വർക്കേഴ്സിന് എന്തിൻ്റെ അധികാരമില്ല? ഗവൺമെന്റിന്റെ ഡിസിഷനിലോട്ട് കൈയടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പകരം ഇൻഇക്വാലിറ്റി ആയിരുന്നു. അവിടെ ഇക്വാലിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അല്ല ഇൻഇക്വാലിറ്റി ആയിരുന്നു. അതിന് പകരം എന്താണ്? എല്ലാവർക്കും വേണ്ടി ഒരു സൊല്യൂഷന് വേണ്ടി എന്ന രീതിയിൽ ചെറിയ ചെറിയ ഡിമാൻഡ്സ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു റഷ്യൻ റവല്യൂഷനിൽ വന്ന ഡിമാൻഡ്സ്? എന്തൊക്കെയായിരുന്നു? വിഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് റഷ്യ പിന്മാറണം. സീസ് ദ ലാൻഡ് ഓണേർഡ് ബൈ ദ ലോട്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ് ദ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കപ്പെട്ടിരുന്ന എല്ലാം തന്നെ ലാൻഡ്സും പ്രോപ്പർട്ടീസും എല്ലാം തന്നെ എന്ത് ചെയ്യണം? അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറീസ് ഒക്കെ എന്തായിട്ട് തീർക്കണം? പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് തീർക്കാനായിട്ട് ഡിമാൻഡ് ചെയ്തിരുന്നു. ഓക്കെ. In October 1917, the Bolshevik organized an armed rebellion against the provisional government. 1917 ബോൾഷെവിക് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ആർമ്ഡ് റെബല്യൻ ആയിട്ട് എന്തിൽ വന്നു? പ്രൊവിഷണൽ ഗവൺമെന്റിലോട്ട് വന്നു. ഓക്കെ. കറൻസി ഫീൽഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോൾഷെവിക്. ഫുൾ നമ്മുടെ കറൻസി കൺട്രിയിലോട്ട് ലീഡറായിട്ട് വരികയും ബോൾഷെവിക് ഫുള്ളും തന്നെ റഷ്യയിലുള്ള ബോൾഷെവിക് പാർട്ടി ഫുള്ളും തന്നെ ആര് കൺട്രോൾ ചെയ്തു? നമ്മുടെ കറൻസി കൺട്രോൾ ചെയ്തു. ദിസ് ഈവന്റ് ത്രൂ വിച്ച് ബോൾഷെവിക് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ഒക്ടോബർ റവല്യൂഷൻ. ഈ ഒരു ഇതിനെ എന്ത് പറയുന്നു? ഒക്ടോബറിൽ നടന്നതുകൊണ്ട് തന്നെ ഇതിന് ഒക്ടോബർ റവല്യൂഷൻ ഹാസ് പെർ ദ റഷ്യൻ കലണ്ടറിൽ ഒക്ടോബർ റവല്യൂഷൻ നടന്നത് എപ്പം തന്നെയായിരുന്നു? ഇതിനെ റഷ്യൻ റവല്യൂഷൻ തന്നെ ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സബ്സിക്വന്റ്ലി എ കൺവെൻഷൻ സോവിയറ്റ് വാസ് ഹെൽഡ് ആൻഡ് ക്യാബിനറ്റ് വാസ് ഫോംഡ് വിത്ത് കെവിൻ ആസ്പെക്ട്സ് ഹെഡ്. കെവിനായിരുന്നു ആ സോവിയറ്റിന്റെ ഹെഡായിട്ട് വരും കാലങ്ങളിൽ ആ ഒരു കാലഘട്ടത്ത് മുന്നോട്ട് നയിച്ചത്. നമുക്ക് ലെറ്റ് us examine the result of the Russian Revolution. റിസൾട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ്. റഷ്യ എന്ത് ചെയ്തു? ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും ക്വിറ്റ് ചെയ്തു. സ്നീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. അവർ ഫാമേഴ്സിൽ നിന്നും കൈയടക്കി വെച്ച എല്ലാ പ്രോപ്പർട്ടീസും അവർക്ക് തന്നെ തിരിച്ച് കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. നല്ല കാര്യങ്ങളായിരുന്നു ആ ഒരു റഷ്യൻ റവല്യൂഷൻ അവസാനിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. പബ്ലിക് സെക്ടേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അച്ചീവ്ഡ് ഡെവലപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസും ടെക്നോളജി എക്കണോമിക് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തു, ഡെവലപ്പ് ചെയ്തെടുത്തു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ ദ 1924 ആയപ്പോഴത്തേക്ക് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻസ്
മുന്നോട്ട് വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോൾട്ടേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്, USSR എന്ന് അറിയപ്പെടുന്നു. എന്താണ് USSR? എന്താണ്? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഫോം ചെയ്തു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. പല രീതിയിലുള്ള സോവിയറ്റ് രീതിയിലുള്ള ഐഡിയാസ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു റിസൾട്ട് തന്നെ നമ്മൾ റഷ്യൻ റവല്യൂഷനിൽ പഠിച്ചു വെച്ചിരുന്നത് തന്നെ എന്താണ്? 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പാണ് മക്കളെ. അപ്പോൾ വിട്ടു പോകാതെ തന്നെ എത്ര പോയിന്റ്സ് ഉണ്ട് ഇതിൽ? 1 2 3 4 5 6 7 8 8 പോയിന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. 8 പോയിന്റ്സ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത്. റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ എന്തായാലും എഴുതുക തന്നെ ചെയ്യണം. സോ ഈ 6 റിസൾട്ടാണ് നമുക്ക് റഷ്യൻ റവല്യൂഷനിലൂടെ കിട്ടിയത്. റഷ്യൻ റവല്യൂഷൻ അവസാനിച്ചപ്പോൾ നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് തന്നെയായിരുന്നു ലഭിച്ചത്. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് പോർഷൻ വരുന്നത് എന്താണ്? ദ ചൈനീസ് റവല്യൂഷൻ ആണ്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.